സഭകളെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠനം നമുക്ക് തുടരാം. അതിനു മുമ്പൊരു പൊതുവെല്ലാവരുടെ അറിവിലേക്കായിട്ടൊരു കാര്യം ഓർപ്പിക്കുകയാണ്. ഈ ദൈവവചനം പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ സഭകളിലുണ്ട്. അത് ചെയ്യണം, സഭകളിലാണ് ചെയ്യേണ്ടത്. എന്നാൽ നമുക്കത് എല്ലായ്പ്പോഴും അതിനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ടും സാവകാശമുള്ളവർക്ക് വചനം പഠിക്കാനുള്ള സൗകര്യങ്ങൾ ദൈവം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഈ കുമ്പനാട്ട് നമുക്കൊരു ബൈബിൾ സ്കൂളുണ്ട്, ബെഥനി ബൈബിൾ സ്കൂൾ. ഈ ആഴ്ചയിൽ എല്ലാ സഭകൾക്കും അതിൻ്റെ ഒരു നോട്ടീസും പ്രവേശന അറിയിപ്പ് പ്രോസ്പെക്ടസും ഒക്കെ അയക്കും. അടുത്ത ഞായറാഴ്ച എല്ലാ സഭകളിലൊക്കെ വായിക്കാനായിട്ട് അയക്കുന്നുണ്ട്. 1949 ആരംഭിച്ച ബൈബിൾ സ്കൂളാണത്. ഞങ്ങളൊക്കെ അവിടെ പഠിച്ചവരാണ്. തങ്കച്ചനോട് പഠിച്ചെന്ന് തോന്നുന്നല്ലേ? പഠിച്ചു. ഇന്ത്യയിൽ തന്നെ ധാരാളം സഭകൾ സ്ഥാപിക്കാൻ ഈ ബൈബിൾ സ്കൂളിൽ പഠിച്ചവർക്കിടയായിട്ടുണ്ട്. 75ാമത്തെ ബാച്ച് ഈ ജൂൺ 2-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ അത് പൂർണ്ണസമയം സുവിശേഷ വേലയ്ക്ക് പോകുന്നവർക്ക് വേണ്ടി മാത്രമല്ല, വചനം പഠിക്കാനായിട്ട് താല്പര്യമുള്ള സാവകാശമുള്ള ആളുകൾക്ക് ഒരു വർഷം ജൂൺ മുതൽ ഫെബ്രുവരി അവസാനം വരെ ചേർന്ന് പഠിക്കാം. കല്യാണം കഴിച്ചവർക്ക് എല്ലാ വെള്ളിയാഴ്ചയും വീട്ടിൽ പോരാം. കല്യാണം കഴിക്കാത്തവർക്ക് മാസത്തിൽ ഒരു അവസാനത്തെ ആഴ്ചയിൽ വീട്ടിൽ പോരാം. പഠിക്കാൻ സാവകാശമുള്ള എല്ലാവർക്കും, സഹോദരന്മാർക്ക് പഠിക്കാം. താമസവും പഠനവും എല്ലാം സൗജന്യമാണ്. ന്യായമായ ഭക്ഷണമൊക്കെ തരും. ഇപ്പോൾ അതിൻ്റെ ചുമതലകൾ പ്രധാനമായിട്ട് ഞാനും കൂടെ നടത്തേണ്ടതായിട്ട് വന്നിരിക്കുകയാണ് 3 വർഷങ്ങളായിട്ട്. അതുകൊണ്ട് ഞാൻ മിക്കവാറും സമയങ്ങളിൽ ഇപ്പോൾ അവിടെ ആയിരിക്കും. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ, ഇവിടെയോ അടുത്ത സഭകളിലൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വന്ന് പഠിക്കാവുന്നതാണ്. നല്ല പഠനമായിരിക്കും. അടിസ്ഥാന ഉപദേശങ്ങൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ഈ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും. കൂടാതെ ബൈബിളിലെ പുസ്തകങ്ങളെക്കുറിച്ചുള്ള പഠനം, മതങ്ങളെക്കുറിച്ചുള്ള പഠനം, കൗൺസിലിങ്, പിന്നെ എല്ലാ ഞായറാഴ്ചയും അടുത്തുള്ള സഭകളിലൊക്കെ ഈ കഴിഞ്ഞ വർഷം മുതൽ വിദ്യാർത്ഥികളെ പറഞ്ഞയക്കുന്നുണ്ട്. സഭകളിൽ ചെന്ന് പ്രസംഗിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാകും. നല്ല പരിശീലനം നൽകുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ മതിയാവും. അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. പ്രായം കൂടിപ്പോയെന്നും കണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്ത് റിട്ടയർഡ് മടങ്ങി വന്ന ആളുകൾ പഠിക്കാൻ വരാറുണ്ട്. ഇവിടെ തന്നെ റിട്ടയർമെൻറ്റിൽ ജീവിക്കുന്ന ആളുകൾ 55 or 60 ഒക്കെ കഴിഞ്ഞാലും പഠിക്കാം. പഠിക്കുന്നതിന് പ്രായമൊന്നും ഒരു തടസ്സമല്ല. ജീവനച്ചാനൊക്കെ വേണമെങ്കിലും ഒന്ന് പഠിക്കാം. അതിന് മുകളിലോട്ട് എത്ര വേണമെങ്കിലും ആകാതാവാം. ജീവനച്ചാൻ എൻ്റെ കസിനെ കല്യാണം കഴിച്ചോണ്ടായിരിക്കും. ജീവനച്ചാൻ എനിക്ക് വഴക്ക് പിടിക്കാറുന്നില്ല, അതുകൊണ്ട് ഞാൻ വിളിക്കുന്നത്. നമ്മൾ സഭയുടെ സ്വഭാവം 3 കാര്യങ്ങൾ പഠിച്ചു. ഇനി അടുത്ത സഭയുടെ ഘടനയാണ്, സ്ട്രക്ചർ ഓഫ് ദ ചർച്ച്. സ്ഥലം സഭകളുടെ അല്ലെങ്കിൽ പ്രാദേശിക സഭകളുടെ ഘടന. ഈ സഭയിൽ ആരൊക്കെയാണ് ഉള്ളത്, ഓരോ സഭയിലുമുള്ള ആളുകൾ ആരൊക്കെ ആയിരിക്കും, അതോടെ ചിന്തിക്കാനുള്ള നേരമേ നമുക്കുള്ളൂ. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. അവിടെ ഒരു സഭയിൽ അത്യാവശ്യമായിട്ട് വേണ്ട ആളുകൾ ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിയർ 1-ാം അധ്യായം 1-ാം വാക്യം. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസ്. ഫിലിപ്പിയർ. ക്രിസ്തുയേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പയിൽ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും. ഫിലിപ്പയിൽ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും, അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത്. അപ്പൊ ഈ ഫിലിപ്പിയ സഭ പുതിയ നിയമകാലത്തുണ്ടായിരുന്ന സഭകളിൽ വെച്ച് ഏറ്റവും നല്ല സഭകളിലൊന്നാണ്. ഒരു ചെറിയ കുഴപ്പമൊക്കെ ഉണ്ടായതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും മാതൃകാപരമായിട്ട് ജീവിച്ച ആളുകളാണ് ഫിലിപ്പിയ സഭയിലുണ്ടായിരുന്നത്. അപ്പോൾ ആ സഭയെക്കുറിച്ച് പൗലോസിന് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. പക്ഷെ ആ സഭയിലെ പൗലോസ് വന്ദനം ചെയ്യുന്നത്, അഭിസംബോധന ചെയ്യുന്നത് 3 കൂട്ടം ആളുകളെയാണ്: വിശുദ്ധന്മാര്, അധ്യക്ഷന്മാര്, ശുശ്രൂഷകന്മാര്. അപ്പോൾ ഒരു സഭയിൽ എത്ര കൂട്ടം ആളുകളെങ്കിലും കുറഞ്ഞ പക്ഷം വേണം? മിനിമം 3 കൂട്ടം വേണം. വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ കർത്താവിനോട് വേർതിരിഞ്ഞ വിശ്വാസികൾ, ദൈവമക്കൾ. വിശുദ്ധർ എന്ന വാക്കിന് വേർപെട്ടവർ, വേർതിരിക്കപ്പെട്ടവർ എന്നാണ് അർത്ഥം. അപ്പം സഭയിൽ വിശ്വാസികൾ വേണം.
ആ വിശ്വാസികളിൽ തന്നെ അധ്യക്ഷന്മാർ വേണം. അധ്യക്ഷന്മാർ, അവരുടെ വേറൊരു പേരാണ് മൂപ്പന്മാർ. നമ്മൾ പിന്നീട് കാണും. എൽഡേഴ്സ്. പിന്നെ ഈ മൂപ്പന്മാരെ സഹായിക്കാൻ കുറച്ച് ആളുകൾ വേണം. അവരുടെ പേര് ഡീക്കൻസ്, അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ. അവര് കാലക്രമേണ മൂപ്പന്മാരായിട്ട് മാറേണ്ട ആളുകളാണ്. അപ്പൊ ഈ 3 തരത്തിലുള്ള ആളുകൾ ഓരോ സഭയിലും ഉണ്ടായിരിക്കണം. വിശ്വാസികൾ വേണം, ഓരോ സഭയിലും മൂപ്പന്മാർ വേണം, അധ്യക്ഷന്മാർ. ഫിലിപ്പിയ സഭയിൽ തന്നെ പല അധ്യക്ഷന്മാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല ഡീക്കന്മാരും, ശുശ്രൂഷകന്മാർ ആദ്യ നാളുകളിൽ സഭയുടെ ഭൗതികമായ കാര്യങ്ങൾ മൂപ്പന്മാരുടെ നിയന്ത്രണത്തിൽ ചെയ്യുന്നവരും കാലക്രമേണ മൂപ്പന്മാരാൽ പരിശീലനം ലഭിച്ച് അവര് മൂപ്പന്മാരായി മാറേണ്ടവരായ ആളുകളുമാണ്. അപ്പൊ ഈ 3 വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എല്ലാ സഭകളിലും വേണം. അവരെ സഭകൾക്ക് തിരിച്ചറിയാനും കഴിയണം. ആരൊക്കെയാണ് മൂപ്പന്മാരെന്നുള്ളത് സഭ അറിയണം, ആരൊക്കെയാണ് ശുശ്രൂഷകന്മാരെന്നുള്ളതും സഭ അറിയണം. നമ്മൾ അതിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ 3 കൂട്ടം ആളുകളിൽ 2 കൂട്ടം ആളുകളെ ഞാൻ ഇപ്പൊ മാറ്റുക. വിശുദ്ധന്മാര് അല്ലെങ്കിൽ വിശ്വാസികള്, പിന്നെ ശുശ്രൂഷകന്മാര്. മൂപ്പന്മാരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വചനത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. അത് പറയുമ്പോൾ ഈ മറ്റ് സഭകളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം പ്രധാനമായിട്ടും മനസ്സിലാക്കണം. അതാണ് എൻ്റെ പ്രധാനമായ ഉദ്ദേശം. അതോടൊപ്പം മൂപ്പന്മാരായിരിക്കുന്ന ആളുകൾ, ഇനി മൂപ്പന്മാരാകാൻ പോകുന്നവരും ശ്രദ്ധിക്കേണ്ടതായ ചില നിർദ്ദേശങ്ങളും അതിനകത്തുണ്ടാകും. ഈ മൂപ്പന്മാരെ കുറിച്ച് പറയുമ്പോൾ 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത് മൂപ്പന്മാരുടെ എണ്ണം, അല്ലെങ്കിൽ മൂപ്പന്മാരുടെ ബഹുത്വം. പ്ലൂറാലിറ്റി ഓഫ് എൽഡേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. പ്ലൂറാലിറ്റി, മൂപ്പന്മാരുടെ ബഹുത്വം അല്ലെങ്കിൽ മൂപ്പന്മാരുടെ സംഖ്യ. ഒരു സഭയ്ക്ക് ഒരു മൂപ്പൻ എന്നുള്ളത് വചനവിരുദ്ധമാണ്. പല സഭകൾക്ക് കൂടി ഒരു മൂപ്പൻ എന്നുള്ളതും വചനപ്രകാരമുള്ളതല്ല. നമ്മൾ ലോകത്തിൽ കണ്ടുവരുന്നത് അങ്ങനെയാണ്. ഒരു സഭ ഒരു മൂപ്പൻ. അപ്പൊ ആ മൂപ്പന് തന്നെ വേറെ പര്യായ പദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കാണാൻ അതാദ്യം കണ്ടിട്ടായിക്കോട്ടെ, ഇപ്പോൾ കുറച്ച് എളുപ്പമായിക്കോളും. 2 വേദഭാഗങ്ങൾ നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിന്റെ 17-ാം വാക്യവും 28-29 വാക്യങ്ങളും. മിലേത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ചു. അങ്ങനെ നമ്മൾ വായിച്ചതാണ്. മിലേത്തോസിൽ എഫെസോസിലേക്ക് ആളയച്ചു. എഫെസോസിലെ പൗലോസിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ മിലേത്തോസിൽ നിന്ന് എഫെസോസിലേക്ക് ആളയച്ചു. കാരണം പൗലോസ് തിരക്കാ, എഫെസോസിൽ പോകാൻ നേരെയില്ല. അപ്പൊ എഫെസോസ് സഭയിൽ നിന്ന് ആരെയാണ് വരുത്തിയത്? സഭയിലെ മൂപ്പന്മാര്. അപ്പൊ എഫെസോസ് എന്ന് പറയുന്ന ആ ഒരു സഭയിൽ മൂപ്പന്മാരെ വരുത്തിയ മൂപ്പന്മാരെയാ. എന്നിട്ട് അവർക്ക് കുറെ ഗുണദോഷങ്ങൾ പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുക്കുന്നതാണ് 28-29 വാക്യങ്ങളിൽ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയിപ്പാൻ ദൈവത്തിന്റെ സഭയെ മേയിക്കണം. ബാക്കി മേയിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പൊ ഇവിടെ ഈ 17-ാമത്തെ വാക്യത്തിൽ മൂപ്പന്മാരെന്നുള്ളതിന് ഇംഗ്ലീഷ് പദം എൽഡേഴ്സ് എന്നാ. എൽഡേഴ്സ്, മൂപ്പന്മാര്. എന്നിട്ട് 28-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കണം. മേയിക്കുന്ന ആളിന് എന്ത് പേരാ വിളിക്കുന്നത്? ആടിനെ മേയിക്കുന്നവരുടെ പേര് ഇടയൻ, ഷെപ്പേഡ് എന്നാണ് ഇംഗ്ലീഷിൽ. ഷെപ്പേഡ് അല്ലെങ്കിൽ പാസ്റ്റർ. ഇപ്പൊ കൂടുതലും പാസ്റ്റർ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്, പാസ്റ്റർ. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ മൂപ്പന്മാരാണ്, നിങ്ങളുടെ ഒരു ജോലി ആടുകളെ മേയിക്കുന്നതാണ്. അത് മാത്രം പോരാ, സഭ എന്ത് ചെയ്യണം? അധ്യക്ഷത ചെയ്യണം. അവിടെ ബിഷപ്പ് എന്നുള്ള വാക്കാണ്, ബിഷപ്പ്. അപ്പൊ 17-ൽ എൽഡേഴ്സ്, 28-29 വാക്യങ്ങളിൽ പാസ്റ്റേഴ്സ്, ബിഷപ്സ്. മൂപ്പന്മാര് ഇടയന്മാരുമാണ്, അപ്പോൾ തന്നെ അധ്യക്ഷന്മാരുമാണ്, ബിഷപ്പുമാരുമാണ്. അപ്പൊ ഒരു സഭയ്ക്ക് ഒന്നിലധികം. അപ്പൊ ഇവിടെ പേരുകൾ 3 പര്യായ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുക. അത് വെറും പര്യായ പദമല്ല. അവർ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഞാൻ ഓർപ്പിക്കാമെന്ന് വിചാരിക്കുക.
അപ്പോ മൂപ്പന്മാര് തന്നെയാണ് ഇടയന്മാര്, അവർ തന്നെയാണ് അധ്യക്ഷന്മാർ. എൽഡേഴ്സ് ഈക്വൽസ് പാസ്റ്റേഴ്സ് ഈക്വൽസ് ബിഷപ്സ്. എൽഡേഴ്സ് തന്നെയാണ് പാസ്റ്റർമാര്, പാസ്റ്റർമാർ തന്നെയാണ് ബിഷപ്പുമാര്. ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നത് നമുക്ക് സംശയം ഉണ്ടാകാതിരിക്കാനാണ്. ഒരാൾ ചോദിക്കാൻ നിങ്ങളുടെ സഭയ്ക്ക് ബിഷപ്പ് ഉണ്ടോന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഈ നമുക്ക് വിറയല അത് കേൾക്കുമ്പോളേ. ബിഷപ്പ് ഉണ്ടോന്ന് ചോദിച്ചാൽ നമുക്ക് വിറയല അല്ലേ? ഞങ്ങൾക്ക് ബിഷപ്പ് പള്ളിയിലൊക്കെയാ. ബിഷപ്പുണ്ടോ? ആരെയും ചോദിക്കുകയാണെങ്കിൽ മൂപ്പന്മാരുടെ ആദ്യം ഒരാളുടെ പേരൊക്കെ പറഞ്ഞേര്. ഒരാളുടെ പേരൊക്കെ പറഞ്ഞു വെച്ചാൽ മതി. ഞങ്ങൾക്കാ ഉള്ളത്. പാസ്റ്റർ ഉണ്ടോ ചോദിച്ചാൽ പാസ്റ്ററോ? ഞങ്ങളുടെ സഭയ്ക്ക് പാസ്റ്റർമാർ ഞങ്ങൾക്കുള്ളത്. കാരണം വചനം അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓരോ സഭയിലും ഈ ആളുകൾ ഉണ്ടായിരിക്കണം. ഓരോ സഭയിലും. മുമ്പ് നമ്മൾ വായിച്ച അപ്പോസ്തലപ്രവൃത്തികൾ 14:23 സഭ തോറും അവർക്ക് മൂപ്പന്മാരെ ആക്കി വെച്ചു. അപ്പൊ ഓരോ സഭയിലും ഈ മൂപ്പന്മാരുണ്ട്, അല്ലെങ്കിൽ ഓരോ സഭയിലും പാസ്റ്റർമാരുണ്ട്, ഓരോ സഭയിലും ബിഷപ്പുമാരുണ്ട്. ഇന്ന് ലോകത്തിൽ കാണുന്ന ക്രൈസ്തവ സഭകളിൽ ഒന്നുകിൽ ഒരു സഭയ്ക്ക് ഒരു പാസ്റ്റർ, പിന്നെ ഒരു ജില്ലയിൽ എല്ലാ സഭകളെയും കൂടെ നോക്കാനായിട്ട് ഒരു ഡിസ്ട്രിക്ട് പാസ്റ്റർ, പിന്നെ ഒരു സെന്റർ തിരിച്ചു കഴിയുമ്പോൾ അതിന് ഒരു സെന്റർ പാസ്റ്റർ, പിന്നെ ഒരു വലിയ പ്രസിഡന്റ് പാസ്റ്റർ. ഒരാള് നടത്തുക. എന്തൊരു വചനവിരുദ്ധമാണ്! വചനത്തിൽ എവിടെയെങ്കിലും അതിന് തെളിവുണ്ടോ? ഇല്ല. ഓരോ സഭയിലും സഭയുടെ പരിപാലനത്തിനും ശിക്ഷണത്തിനും ശുശ്രൂഷയ്ക്കുമായിട്ട് ഒന്നിലധികം ആളുകളെ ആക്കി വെക്കുന്നു. അവർ ഒരേ സമയത്ത് തന്നെ മൂപ്പന്മാരാണ്, അവർ ഇടയന്മാരാണ്, അവർ ഉപദേഷ്ടാക്കന്മാരാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരെ പുതിയ നിയമം വിളിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും മൂപ്പന്മാരെന്നാണ് വിളിച്ചിരിക്കുന്നത്. എല്ലായിടത്തും മൂപ്പന്മാരെന്നാണ്. അവരുടെ ജോലികൾ പറയുമ്പോൾ ഇടയ ജോലിയും ചെയ്യണം, അധ്യക്ഷന്റെ ജോലിയും ചെയ്യണം. അപ്പൊ ഇവരുടെ ആളത്വത്തോടെ സംബന്ധിച്ചിടത്തോളം, അവരുടെ പേരിനെ സംബന്ധിച്ച് അവരെ വിളിച്ചിരിക്കുന്ന എല്ലാം മൂപ്പന്മാരാണ്. ആടുകൾക്ക് ആഹാരം കൊടുക്കുന്ന ജോലി അല്ലെങ്കിൽ വചന ശുശ്രൂഷ ചെയ്യണം, പഠിപ്പിക്കണം. അതുകൊണ്ട് അവരെ ഇടയന്മാരെന്ന് വിളിച്ചിരിക്കുക. ആടിന് ആഹാരമാണ് വേണ്ടത്. ആഹാരം മാത്രം പോരാ, ഈ ആടിന്റെ കൂട്ടത്തെ തെറ്റിപ്പോകാതെ ചിതറിപ്പോകാതെ ഇതിനെ സംരക്ഷിക്കേണ്ടത് അധ്യക്ഷന്മാരുടെ ജോലിയാണ്. ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് ഒരു നല്ല മൂപ്പനെ കാണാൻ കഴിയും. പലരുണ്ട്. യോഹന്നാൻ പറയുന്നുണ്ട്, മൂപ്പനായ ഞാൻ. യോഹന്നാൻ നല്ല മൂപ്പനാണ്. അദ്ദേഹം സഭയുടെ വിശുദ്ധിയും ഐക്യതയും കാത്തു സൂക്ഷിക്കാനായിട്ട് അദ്ദേഹം തീവ്രമായി അധ്വാനിച്ചു. വാർദ്ധക്യ കാലത്ത് പോലും 3-ാമത്തെ ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഭയിൽ ഒരാളുണ്ട് ദേത്രഫേസ്, അയാൾ ആരും കൂട്ടാക്കുന്നില്ല. ഞങ്ങൾ വന്നാൽ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ച കാര്യം ഞാൻ അവനെ ഓർമ്മപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അവൻ കുറെ വലിയ ആളാ, വഴക്കാളിയാണ്, സഭയുടെ പ്രധാനിയാകാൻ ആഗ്രഹിക്കുക. പക്ഷേ സമ്മതിച്ചു കൊടുക്കുകയില്ല. അവനെ നിലയ്ക്ക് നിർത്തണം. ഞാൻ വന്നാൽ അവനെ ഓർമ്മപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ഈ മൂപ്പന്മാര് സഭയുടെ ഐക്യത നിലനിർത്തേണ്ട ആളുകളാണ്. അവരുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ സഭ നിലനിർത്തിക്കൊണ്ടു പോകാനും അത്യാവശ്യ സമയങ്ങളിൽ നടപടികൾ എടുക്കാനും ശിക്ഷണം നടത്താനും ആളുകളെ ഒരുമിപ്പിക്കാനും ഒക്കെയുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മൂപ്പന്മാരുടേതാണ്. ഇത് ഞാൻ പറയുമ്പോൾ അല്പം വ്യതിചലിച്ച് പറയട്ടെ. 3 മൂപ്പന്മാർ ഒരു സഭയിലുണ്ടെന്ന് വിചാരിച്ചോ? പരിശുദ്ധാത്മാവാക്കുന്ന 3 മൂപ്പന്മാര്. ഒരാൾക്ക് മൂപ്പന്റെ കഴിവായിരിക്കും കൂടുതലുള്ളത്. എല്ലാവർക്കും ഒരുപോലെ കഴിവാകണമെന്ന് നിർബന്ധം പറയാനൊക്കത്തില്ല. ഒരാൾക്ക് പ്രായം കൊണ്ടും പക്വത കൊണ്ടും ആളുകളെ സ്വാധീനിക്കാനുള്ള കഴിവുകൊണ്ടും ഒരു പക്ഷെങ്കിൽ ഒരാൾക്ക് മൂപ്പനാന്റെ ആ കഴിവായിരിക്കും കൂടുതലായിട്ടുള്ളത്. എന്നാൽ ഇടയ ജോലി എന്ന് പറയുന്നത് വേറൊന്നാണ്. എല്ലാ മൂപ്പന്മാരും നല്ല ഇടയന്മാരാകണമെന്നില്ല. തിമോഥെയോസിന്റെ ലേഖനം എഴുതിയപ്പോൾ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ വിശേഷാൽ വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ
ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണണം. അപ്പോൾ ഈ മൂപ്പന്മാര് ചിലര് ഇരട്ടി മാനത്തിന് യോഗ്യരാ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ മൂപ്പന്മാരെയും നമ്മൾ ബഹുമാനിക്കണം, കീഴ്പ്പെട്ടിരിക്കണം. ചിലർ ഇരട്ടി മാനത്തിന് യോഗ്യരാ. എങ്ങനെ ഇരട്ടി മാനം കൊടുക്കാവുന്നത്? സാധാരണ മൂപ്പന്മാർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, നന്നായി ഭരിക്കുന്ന മൂപ്പനെ കാണുമ്പോൾ തല വണങ്ങി, അതാണോ ഇരട്ടി മാനം എന്ന് പറയുന്നത്? അല്ല. തൊട്ട് താഴെ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, മെതിക്കുന്ന കാളയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു കാള ഇങ്ങനെ നേരത്തെ നമ്മൾ ഈ നെല്ല് മെതിക്കുമ്പോൾ നമ്മൾ കൈകൊണ്ടൊക്കെ അടിക്കുകയും ചവിട്ടി മെതിക്കുകയും ചെയ്യും. ഇസ്രായേൽ ദേശത്തൊക്കെ കാളയെ ഇങ്ങനെ കെട്ടി ഈ നെല്ലിന്റെ മുകളിൽ, ഗോതമ്പിന്റെ ഒക്കെ മുകളിൽ കൂടി ഇങ്ങനെ ചവിട്ടുക, ബാർലിയുടെയും ഗോതമ്പിന്റെ ഒക്കെ മുകളിൽ കൂടി കാള ഇങ്ങനെ ചവിട്ടി 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 പോകുമ്പോൾ ഈ കതിരിൽ നിന്ന് തനിയെ മണികൾ താഴെ വീഴും. അങ്ങനെ പോകുമ്പോൾ ചില ആളുകൾ കാള ഈ നെല്ലും വൈക്കോലൊക്കെ തിന്നാതിരിക്കാനായിട്ട് ഒരു കൊട്ട കെട്ടും, മുഖക്കൊട്ട. കാളയ്ക്ക് തിന്നാൻ മേല. അങ്ങനെ കെട്ടരുത്. നന്നായി ഭരിക്കുന്ന അല്ലെങ്കിൽ വചനം പഠിപ്പിക്കുന്ന ഇടയന്മാരായിരിക്കുന്ന മൂപ്പന്മാര് അവർ ജോലി ചെയ്യുമ്പോൾ അവരെ തിന്നാൻ അനുവദിക്കണം. തിന്നാൻ അനുവദിക്കാന്ന് പറഞ്ഞാൽ കൊടുക്കണം. എന്നാ കൊടുക്കണം? എന്നാ കൊടുക്കാനാ? അവർക്ക് കൂട്ടായ്മ കൊടുക്കണം. അങ്ങനെ കൂട്ടായ്മ കൊടുക്കണമെങ്കിൽ അവരാരായിരിക്കണം? പൂർണ്ണ സമയം ഇതിനു വേണ്ടി വേർതിരിഞ്ഞ ആളുകളായിരിക്കണം. അങ്ങനെ എല്ലാ മൂപ്പന്മാരും ആവണമെന്ന് പറയാൻ ഒക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ സഭയ്ക്ക് അതൊരു വലിയ ഭാഗ്യമാണ്. നമുക്ക് വന്നിരിക്കുന്ന ഒരു കുഴപ്പം, ഒരാൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണ സമയം ഇറങ്ങിയാൽ അങ്ങനെയുള്ള ആളുകളെല്ലാം നമ്മൾ ഒരു പേരിലങ്ങ് വിളിക്കും. ഏതാ പേര്? സുവിശേഷകൻ. എല്ലാ പൂർണ്ണസമയ വേലക്കാർ സുവിശേഷകന്മാരല്ല. ചിലര് സുവിശേഷത്തിനോട് മാത്രം ജീവിക്കുന്ന ആളുകൾ, ചിലര് വചനം പഠിപ്പിച്ച് സ്ഥലം സഭകളെ പരിപോഷിപ്പിക്കുന്ന പൂർണ്ണ സമയ വേലക്കാരാ. അങ്ങനെയുള്ള ആളുകളെ ഇടയന്മാരായിട്ട് കണ്ടിട്ട് അവർക്ക് സാമ്പത്തിക കൂട്ടായ്മകൾ കൊടുത്ത് അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കണം. ഇനി ഒരു അധ്യക്ഷനെ ഞാൻ പരിചയപ്പെടുത്താം. യെരുശലേമിൽ ഒരു വലിയ മീറ്റിംഗ് കൂടി. അപ്പോസ്തലർ പ്രവൃത്തികൾ 15-ാം അധ്യായം. ഉപദേശപരമായ ഒരു കാര്യത്തിന്റെ ഒരു പ്രശ്നം, ഡിസ്പ്യൂട്ട് ഉണ്ടായി. വിശ്വാസികളെ ജാതികളിൽ നിന്ന് വന്ന ആളുകളെ പരിശോധന ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു ഒരു കൂട്ടം ആളുകൾ, വേണ്ടെന്ന് ഒരു കൂട്ടം ആളുകൾ. ചർച്ചയായി, ഉഗ്രവാദം ഉണ്ടായി. പൗലോസ്, ബർന്നബാസ് തുടങ്ങിയവരുണ്ട്, പത്രോസ് തുടങ്ങിയ ആളെല്ലാം ഉണ്ട്. ഇവരെല്ലാം കൂടെ തമ്മിൽ സംസാരിക്കുക. പത്രോസ് എന്നിട്ട് കാര്യം പറഞ്ഞു, ഞാൻ കൊർന്നല്യോസിന്റെ വീട്ടിൽ പോയ കാര്യം അതും ഇതെല്ലാം പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചർച്ച, കൺക്ലൂഷനിലേക്ക് വരുന്നില്ല, തീരുമാനത്തിൽ വരുന്നില്ല. അപ്പോൾ ഒരു അധ്യക്ഷൻ അവിടെ ഉണ്ടായിരുന്നു, യാക്കോബ്. അദ്ദേഹം എഴുന്നേറ്റ് ഒരു തീരുമാനം പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ കേട്ടതിന്റെ വെളിച്ചത്തിൽ പ്രശ്ന പരിഹാരത്തിനായി എനിക്ക് യുക്തമെന്ന് തോന്നുന്നത്, ദൈവാത്മാവിന്റെ ആലോചന എന്ന് തോന്നുന്നത്, ഈ ജാതികളിൽ വന്ന ആളുകളെ പരിച്ഛേദന ഏൽപ്പിക്കാൻ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല. പിന്നെ രക്തം, ശ്വാസം മുട്ടിച്ചത്തത് ഈ വക വർജിച്ചാൽ നന്നായിരിക്കുമെന്നൊരു കത്ത് അവർക്ക് കൊടുക്കാം. ആ കൂട്ടം അംഗീകരിച്ചു. ഒരധ്യക്ഷനാണ്. സഭയിലൊരു പ്രശ്നമുണ്ടായാൽ, പ്രശ്നമൊക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും, ആരാ തീർക്കേണ്ടത്? അതിന്റെ പ്രധാനപ്പെട്ട ചുമതല ഈ അധ്യക്ഷന്റെയാണ്. മൂപ്പന്മാർ കൂടി കാര്യങ്ങൾ ആലോചിക്കണം. എന്നാൽ യാക്കോബിനെ പോലെ അധ്യക്ഷൻ ഉണ്ടായിരിക്കണം. അന്തിമമായ ഒരു തീരുമാനം പറഞ്ഞ് ന്യായങ്ങളെല്ലാം കേട്ട് കാര്യങ്ങളെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന, പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒരധ്യക്ഷൻ ഉണ്ടായിരിക്കണം. ആ അധ്യക്ഷന്റെ തീരുമാനം മറ്റുള്ളവർ അംഗീകരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ 3 പര്യായ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആളുകളെ മൂപ്പൻ സഭയുടെ ഐക്യത കാത്തു സൂക്ഷിക്കണം, സഭയിൽ ഡിസിപ്ലിൻ ഉണ്ടാക്കണം, ഇടയൻ ആടുകൾക്ക് ആഹാരം കൊടുക്കണം, വചനം കൊടുക്കണം, അധ്യക്ഷൻ സഭയുടെ ഭൗതികമായ കാര്യങ്ങൾ, സഭയുടെ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് വരേണ്ട കാര്യങ്ങൾ, ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ, പല പ്രശ്നങ്ങളൊക്കെ ഈ നാളുകളിൽ നമുക്ക് നേരിടാറുണ്ട്. പ്രധാനമായിട്ട് ഗവൺമെന്റ് തലത്തിലൊക്കെ പല കാര്യങ്ങൾ ഏർപ്പെടേണ്ടതായിട്ടൊക്കെ വരും. അതൊക്കെ അധ്യക്ഷന്റെ ജോലിയാണ്, ആരെങ്കിലും ചെയ്താൽ പോരാ. അതുകൊണ്ടാണ് ഈ 3 പ്രത്യേകമായ പേരുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. മൂപ്പന്മാർ തന്നെയാണ് ഇടയന്മാർ തന്നെയാണ് അധ്യക്ഷന്മാർ. അതുപോലെ പേരിനെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങൾ ഓർപ്പിക്കുക. രണ്ടാമതായിട്ട് മൂപ്പന്മാരുടെ ബഹുത്വം, പ്ലൂറാലിറ്റി ഓഫ് എൽഡേഴ്സ്. നമ്മൾ വായിച്ച വേദഭാഗങ്ങളൊക്കെ തന്നെയാണ്. മുമ്പ് ഞാൻ പറഞ്ഞതിനോട് ചേർത്തൊരു വാക്യം കൂടെ ഉണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. അതായത് മൂപ്പന്മാർ തന്നെയാണ് ഇടയന്മാര്, അവർ തന്നെയാണ് അധ്യക്ഷന്മാരെന്നുള്ളതിന്റെ രണ്ടാമത്തെ തെളിവ് 1 പത്രോസ് 5-ന്റെ 1 മുതൽ 3 വരെ. ഒന്ന് വായിച്ചേ.
നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. അധ്യക്ഷത ചെയ്യുവിൻ. അപ്പൊ ഒന്നാമത്തെ വാക്യത്തിൽ നിങ്ങളുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പൻ, പത്രോസ് പറയാം ഞാൻ ഒരു കൂട്ടുമൂപ്പനാണ്. പിന്നെ ഈ മൂപ്പന്മാരെ എന്ത് ചെയ്യണം? ആടുകളെ മേയ്ക്കണം. ഇടയന്മാരാ. മേയിച്ചാൽ മാത്രം പോരാ, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായിരുന്നു കൊണ്ട് അധ്യക്ഷത ചെയ്യണം. ബിഷപ്പുമാരുടെ ജോലി ചെയ്യണം. അപ്പോൾ മൂപ്പൻ സമം ഇടയൻ സമം അധ്യക്ഷൻ. അപ്പോൾ ഓരോ സഭയിലും മൂപ്പന്മാരുണ്ട്. ആ മൂപ്പന്മാർക്ക് 3 വിധമായ ജോലികൾ പ്രധാനമായിട്ടുമുണ്ട്. അപ്പോൾ പ്ലൂറാലിറ്റി ഓഫ് എൽഡേഴ്സിന് അത്രയും മതിയാവും. 2, ഈ മൂപ്പന്മാരിൽ വലിയ മൂപ്പനും കൊച്ചുമൂപ്പനും ഉണ്ടോ? മൂപ്പന്മാരിലെ ഹെഡ് മൂപ്പനും ജൂനിയർ മൂപ്പനും ഒക്കെ ഉണ്ടോ? അങ്ങനെ വലിയ മൂപ്പനും കൊച്ചുമൂപ്പനും, പ്രായം കൂടിയ മൂപ്പൻ കാണും, പ്രായം കുറഞ്ഞ മൂപ്പൻ കാണും. പക്ഷെ മൂപ്പന്മാരെല്ലാം തുല്യരാ. പത്രോസ് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? നിങ്ങളിലുള്ള മൂപ്പന്മാരിൽ ഒരു കൂട്ടുമൂപ്പൻ എന്നാ. കൂട്ടുമൂപ്പൻ എന്ന് പറഞ്ഞാൽ ഹെഡ് മൂപ്പൻ എന്നല്ല പറഞ്ഞാണോ? പത്രോസ് വലിയ മൂപ്പനല്ല. മൂപ്പന്മാരെല്ലാവരും തുല്യരാ. അവർക്കെല്ലാം ഒരേ ഉത്തരവാദിത്വം. നേരത്തെ മൂപ്പനായ ആളും താമസിച്ച് മൂപ്പനായ ആളും എല്ലാവരും തുല്യരാ. മൂപ്പന്മാരിൽ ഏറ്റക്കുറച്ചിലില്ല. വലിയ മൂപ്പനും കൊച്ചുമൂപ്പനും ഇല്ല. എല്ലാവരും മൂപ്പന്മാർ. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ ജോലി അധ്യക്ഷത ചെയ്യുകയും ആടുകളെ മേയ്ക്കുകയും ചെയ്തതാണെങ്കിലും വിളിച്ചിരിക്കുന്നിടത്തെല്ലാം മൂപ്പന്മാരാണ്. പക്ഷെ ഇന്ന് ക്രൈസ്തവ സഭകളിൽ ഈ മൂപ്പൻ എന്നുള്ള വിളി പോരായ്മയായിട്ട് തോന്നുന്നുണ്ട്, അല്ലെ? മൂപ്പനെന്ന് വിളിച്ചാൽ ഒരു കുറച്ചില്ല മൂപ്പൻ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ആ റൂമിൽ പോയിട്ട് അവിടുത്തെ പോപ്പിനെ കയറി മൂപ്പനെ ഞാനത് കാണാൻ വന്നതെന്ന് പറയാമോ? എന്നാ വെച്ചാൽ അടി കിട്ടുമെന്നോ? അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് വരികയല്ല. ഇനി കോട്ടയത്ത് ദേവലോകത്ത് ചെന്ന് അവിടെ ഒരു വലിയ മൂപ്പനുണ്ട്. ബഹുമാനപ്പെട്ട മൂപ്പ വിളിക്കാവോ? ഒരു പാസ്റ്ററെ മൂപ്പാന്ന് വിളിക്കാവോ? കാതോലിക്ക ബാബ പിന്നെ സംഭവിക്കും, പോപ്പ് സംഭവിക്കും. പാസ്റ്ററെ കയറി മൂപ്പാന്ന് വിളിച്ചാൽ വീടറിയും. അവർക്കിത് ഇഷ്ടമല്ല. മൂപ്പൻ എന്ന് പറഞ്ഞാൽ വഴിപ്പണി ചെയ്യുന്ന ആളെന്നോ കയ്യാലപ്പണി ചെയ്യുന്ന ആളെന്നോ അവരെ വിളിച്ചിരിക്കുന്ന പേരെല്ലാം മൂപ്പന്മാരാണ്. വേറെ പേരുകൾ അവരെ വിളിച്ചിട്ടില്ല. ജോലി പറയുമ്പോൾ പാസ്റ്ററുടെ ജോലിയും ബിഷപ്പിന്റെ ജോലിയും ഉണ്ട്. പക്ഷേ അവരെ വിളിച്ചിരിക്കുന്നതെല്ലാം മൂപ്പന്മാരാണ്. മൂപ്പന്മാര് അവര് സമന്മാരാണ്. ഇനി അടുത്ത കാര്യം മൂപ്പന്മാരുടെ ഉത്തരവാദിത്വമാണ്. റെസ്പോൺസിബിലിറ്റി ഓഫ് എൽഡേഴ്സ്. ദി നെയിംസ് ഓഫ് എൽഡേഴ്സ്, ദ പ്ലൂറാലിറ്റി ഓഫ് എൽഡേഴ്സ്, ദ ഈക്വാലിറ്റി ഓഫ് എൽഡേഴ്സ്, ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എൽഡേഴ്സ്. മൂപ്പന്മാരുടെ പേര്, മൂപ്പന്മാരുടെ ബഹുത്വം, മൂപ്പന്മാരുടെ സമത്വം, മൂപ്പന്മാരുടെ ഉത്തരവാദിത്വം. മൂപ്പന്മാരുടെ ജോലി എന്തൊക്കെയാ? അല്ല, ഇടയന്മാരുടെ ജോലി. ഞാൻ ഇടയൻ എന്നുള്ള വാക്കിനെ അങ്ങ് ഉപയോഗിക്കുക. ഒരുപാട് വാക്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള ഒരു ഇടയനെ കുറിച്ച് പറയാൻ പോവുക. നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു ഇടയൻ. ആ ഇടയൻ എന്താ ചെയ്യുന്നത് നോക്കിയിട്ട് അതുപോലെ നമ്മളൊക്കെ ചെയ്താൽ മതി. ഇപ്പൊ ഞാനത് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ നമ്മുടെയൊക്കെ സഭകളിൽ മൂപ്പന്മാരുണ്ട്. അവര് എന്തെങ്കിലും പോരായ്മ, എല്ലാവർക്കും പോരായ്മകൾ ഉണ്ടാകുമല്ലോ. പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിക്കണം. ഇനി ഡീക്കന്മാരായിരിക്കുന്ന ആളുകൾ ഞങ്ങൾ മൂപ്പന്മാരാകേണ്ടവരാണല്ലോ. അതുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് കുറെ ബോധ്യം ഉണ്ടാകണം. മറ്റു വിശ്വാസികൾ ഒരുപക്ഷെ കർത്താവ് ഞങ്ങളുടെ കാലക്രമേണ മൂപ്പന്മാരാക്കിയെന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോഴേ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തണമല്ലോ എന്നുള്ള ആഗ്രഹത്തോടെ ഈ മൂപ്പന്മാരുടെ യോഗ്യതകൾ നമുക്കുണ്ടാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകണം. ഞാൻ ഈ മൂപ്പന്മാരുടെ ഈ ഉത്തരവാദിത്വത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ആദ്യം പറഞ്ഞിട്ടെ. ഈ മൂപ്പന്മാർക്ക് ഒരു 24 യോഗ്യതകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 24 യോഗ്യതകൾ. വിശ്വാസികൾക്ക് എത്ര യോഗ്യതകൾ വേണം?
പലയിടത്തും ആളുകൾ പറയാറുണ്ട് ഞങ്ങളുടെ സഭയ്ക്ക് വചനപ്രകാരം യോഗ്യതയുള്ള മൂപ്പന്മാരില്ല. ഞാൻ സമ്മതിക്കാം. പക്ഷെ വിശ്വാസികൾക്ക് എത്ര യോഗ്യത വേണം? ഉപദേശിപ്പാൻ സമർത്ഥരായിരിക്കണം എന്നൊരു കാര്യം ഒഴിച്ചാൽ ബാക്കിയെല്ലാം വിശ്വാസികൾക്കും വേണ്ട യോഗ്യതകളാണ്. മൂപ്പൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം. വിശ്വാസിക്ക് രണ്ടാകാവോ? അതാണ് അതിന്റെ അർത്ഥം. മൂപ്പൻ മദ്യപ്രിയനരുത്. വിശ്വാസിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്മോൾ അടിക്കാം. അങ്ങനെയാണോ? മൂപ്പൻ തല്ലുകാരനാകരുത്. വിശ്വാസിക്ക് റൗഡിത്തരമൊക്കെ കാണിക്കാം. അങ്ങനെയാണോ? മൂപ്പൻ ദ്രവ്യാഗ്രഹി ആകരുത്. വിശ്വാസിക്ക് ലോട്ടറി ടിക്കറ്റ് എടുത്തോളൂ ദ്രവ്യാഗ്രഹിയായിട്ട് നടക്കാം. അങ്ങനെയാണോ? ഇല്ല. എല്ലാ യോഗ്യതയും നമുക്ക് എല്ലാവർക്കും വേണം. അതുകൊണ്ട് ഈ മൂപ്പൻ യോഗ്യത ഇല്ലെന്ന് പറഞ്ഞാൽ ഈ പേരിൽ തിരിച്ചിങ്ങോട്ട് വന്നിട്ട് നിനക്ക് യോഗ്യത ഉണ്ടോടാ? നിനക്ക് യോഗ്യത ഉണ്ടോടി? ഉപദേശിപ്പാൻ സമർത്ഥരായിരിക്കണം. നമുക്ക് വേണ്ട യോഗ്യതകളാണ്. അപ്പോ ഒരു സഭയിലെ മൂപ്പന്മാർക്ക് യോഗ്യത ഇല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശ്വാസികൾക്കും. കാരണം വിശ്വാസികൾ നല്ല മൂപ്പന്മാരുണ്ടാകുന്നത് അല്ലേ? നമ്മുടെ യോഗ്യതയും യോഗ്യതക്കുറവും പരിശോധിക്കാൻ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഈ ജോലി ചെയ്യുന്ന ആളുകൾ കർത്താവിനോട് കണക്ക് കൊടുക്കേണ്ടതാണെന്നുള്ള ബോധ്യത്തിൽ അവർ ജോലികൾ ചെയ്യണം. ഇനി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമുക്ക് പരിചയപ്പെടാവുന്ന ഏറ്റവും നല്ല മാതൃക ഇടയനെ നമ്മുടെ മുമ്പാകെ ഒന്ന് പരിചയപ്പെടാം. 23-ാം സങ്കീർത്തനം. ആർക്കറിയാൻ പാടില്ലാത്തത്? യഹോവ ഇടയനാകുന്നു എൻ്റെ. അപ്പൊ ആടിന് എന്ത് പറയാൻ കഴിയണം? ഈ വാക്യത്തിൽ ഓരോ വാക്യം നോക്കിയാലും വളരെ രസകരം. എനിക്ക് വളരെ ഇഷ്ടമായത്. ആടെന്ത് പറയണം? എനിക്ക് ഇടയനുണ്ട്. എന്നെ സഹായിക്കാൻ, എന്നെ സംരക്ഷിക്കാൻ, എന്നെ വളർത്താൻ, എന്നെ പരിശീലിപ്പിക്കാൻ, എന്നെ പ്രോത്സാഹിപ്പിക്കാൻ എൻ്റെ സഭയിൽ ഇടയനുണ്ടെന്ന് പറയാൻ കഴിയണം. ആ ഇടയനുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധം മൂപ്പന്മാർ ഓർത്തിരിക്കണം. ആടുകൾ നോക്കുന്ന ഇടയന്മാരെയാണ്. ആ ഇടയന്മാർ ആടുകൾക്ക് ആശ്വാസമായി തീരണം. അവരുടെ ആവശ്യങ്ങളിൽ ഇടയന്മാർ കൂടെ കാണണം. ആടിനെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല. ആടിന്റെ മേലൊരു നോട്ടം വേണം. ആടിനെ കരുതണം. ആടിനെ സ്നേഹിക്കുന്ന ഇടയന്മാരുടെ പ്രവർത്തനം കണ്ടിട്ട് ആട് പറയും, എനിക്ക് ലോകത്തിൽ ആരും ഇല്ലേലും കുഴപ്പമില്ല, എനിക്ക് ഒരു ഇടയനുണ്ട്. കർത്താവിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മുടെ ഇടയന്മാരെ കുറിച്ചും ഇത് പറയാൻ കഴിയണം. ഇടയന്മാരെ വിശ്വസ്തരെ, ട്രസ്റ്റ് വർത്തിയായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇടയന്മാരോടൊരു കാര്യം പറഞ്ഞാൽ, ആലോചന ചോദിച്ചാൽ വകതിരിവോടെ ദൈവകൃപയോടുകൂടെ നല്ല ആലോചനകൾ പറഞ്ഞു കൊടുക്കാൻ ആടുകളുടെ കൂടെ ഇടയന്മാരുണ്ടായിരിക്കണം. എൻ്റെ ഇടയൻ എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എന്തുകൊണ്ട് മുട്ടുണ്ടാകുകയില്ല? അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു. അപ്പോൾ ഒരു ഇടയന്റെ പ്രധാനപ്പെട്ട ജോലി എന്താ? ഒന്ന്, സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് കൊണ്ടുപോകുന്ന ഇടയന്മാരായിരിക്കണം. എന്താ ഈ വെള്ളം കാണിക്കുന്നത്? വെള്ളം ദൈവവചനത്തിൽ 2 തരത്തിലുള്ള വെള്ളങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഒഴുകുന്ന വെള്ളവും, 2 നിശ്ചലമായ വെള്ളവും. റണ്ണിങ് വാട്ടർ ആൻഡ് സ്റ്റിൽ വാട്ടർ. ഒഴുകുന്ന വെള്ളം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കാണിക്കുന്നതാണ്. യോഹന്നാൻ 7:37 മുതൽ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനേവനും എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. റണ്ണിങ് വാട്ടർ. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒഴുകുന്ന വെള്ളം പരിശുദ്ധാത്മാവിന്റെ തടസ്സം കൂടാതെയുള്ള പ്രവർത്തനത്തെ കാണിക്കുന്നതാണ്. എന്നാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, സ്റ്റിൽ വാട്ടർ, അത് ദൈവവചനത്തെ കാണിക്കുന്നതാണ്. സമാഗമന കൂടാരത്തിലെ പിച്ചോളത്തോട്ടേക്കകത്തുള്ള വെള്ളം ഒഴുകുന്നതല്ല, അത് കഴുകാൻ വേണ്ടിയുള്ളതാണ്. കൈകാലുകളെ കഴുകാൻ വേണ്ടിയുള്ളതാണ് പിച്ചോളത്തോട്ടയിലെ വെള്ളം. കിണറ്റിലെ വെള്ളം കോരി കുടിക്കേണ്ടതാണ്. കിണർ ആഴമുള്ളതാകുന്നു എന്ന് ശമരിയാസ്ത്രീ പറഞ്ഞു. ആഴമുള്ള കിണർ ദൈവത്തിന്റെ വചനത്തെ കാണിക്കുന്നു. ആ കിണറിലേക്ക് ഇറങ്ങിച്ചെന്ന് വെള്ളം കോരി എടുത്തു കുടിക്കണം. അപ്പൊ ഇടയന്മാരുടെ, മൂപ്പന്മാരുടെ പ്രധാനമായ ജോലി എന്ന് പറയുന്നത് എന്താ? ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് പഠിച്ച് ദൈവജനമാകുന്ന ആളുകൾക്ക് സമൃദ്ധിയായിട്ട് കൊടുക്കണം. ഇതാണ് മൂപ്പന്മാരുടെ, ഇടയന്മാരുടെ ഏറ്റവും പ്രധാനമായ ജോലി. ആണോ?
എല്ലാ ഇടയന്മാർക്കും അതിനുള്ള കഴിവുണ്ടാകും എന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ടാകുകയില്ല. വചനം അതുപോലെ വ്യാഖ്യാനിക്കാനുള്ള കഴിവുണ്ടാകുകയില്ല. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയില്ല. അങ്ങനെ വന്നാൽ കൃപാവരമുണ്ടെന്ന് ബോധ്യമുള്ള സഭയിലെ സഹോദരന്മാരെ പ്രോത്സാഹിപ്പിച്ച്, ദൈവവിളിയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിച്ച് അവരെ കൊണ്ട് വചനം കൊടുപ്പിക്കണം. അതും പോരാത്തതിന് കർത്താവ് സഭയിൽ ഉപദേഷ്ടാക്കന്മാരെ ആക്കിയിട്ടുണ്ട്, ബൈബിൾ ടീച്ചേഴ്സ്. അവരെ കൂടെ വിളിച്ച് സഭയുടെ പോഷണത്തിന് വേണ്ടി ആഹാരം കൊടുക്കണം. അത് മൂപ്പന്മാരുടെ ജോലിയാണ്. ഞാൻ പറഞ്ഞ എല്ലാ മൂപ്പന്മാർക്കും വചനത്തിൽ അത്രമാത്രം ആഴമായ പാണ്ഡിത്യം അറിവുണ്ടാകണമെന്നില്ല. അതിനാണ് അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷന്മാരായും എഫേസ്യർ 4:11 അവസാനം പറഞ്ഞത്, അവൻ ചിലരെ ഇടയന്മാരായും. ഒരു വ്യത്യാസം അവിടെയുണ്ട്. ചിലരെ അപ്പോസ്തലന്മാര്, ചിലരെ പ്രവാചകന്മാർ, ചിലരെ സുവിശേഷന്മാര്, ചിലരെ പാസ്റ്റർ ടീച്ചർ. ഇടയ്ക്ക് ചിലരെന്നുള്ള വാക്കില്ല. എന്ന് പറഞ്ഞാൽ ഇടയ ഉപദേഷ്ടാവ്. വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു ഉപദേഷ്ടാവിനുണ്ടാകേണ്ട യോഗ്യത ഒരു ഇടയന്റെ ഹൃദയമാണ്. ഉപദേഷ്ടാക്കന്മാർ വെറുതെ ബൈബിള് പഠിച്ചിട്ട് തിയോളജി പഠിച്ചിട്ട് തൃത്വത്തെക്കുറിച്ച് പറഞ്ഞ് നടക്കേണ്ടവരല്ല. അവർ സഭകളിൽ ശുശ്രൂഷ ചെയ്യണം. സഭകളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ വിശ്വാസികൾക്ക് വേണ്ട ആഹാരം കൊടുക്കണം, വിശ്വാസികളെ പോഷിപ്പിക്കണം. ഇടയ ഉപദേഷ്ടാവ, പാസ്റ്റർ ടീച്ചർ. വെറും ടീച്ചർ അല്ല, ഇടയ ഹൃദയത്തോടെ ആളുകൾക്ക് വചനം പറഞ്ഞു കൊടുക്കണം. അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് സഭകൾക്ക് പോഷണം നൽകണം. ഇവിടെ ഈ സഭയിൽ ഈ അടിസ്ഥാന ഉപദേശങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ എല്ലാ മാസത്തിലും ക്ലാസ്സുകൾ നടത്തുന്നു എന്ന് കേട്ടതിൽ എനിക്ക് വളരെ ഞാനിവിടെ നേരത്തെ വന്ന് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ എല്ലാ സഭകളിലും അത് വേണം, എല്ലാ സഭകളിലും വേണം. ചില ആളുകൾക്ക് വെളിയിൽ നിന്നുള്ള ആളുകളെ വരുത്തുന്ന ഒരു പോരായ്മ പോലെയാണ് തോന്നുന്നത്. ഏതാണ്, ഞങ്ങൾ സ്വയം പര്യാപ്തമുള്ളവരാ, മണ്ണും ചുണ്ണാമ്പും അറിയാൻ മേലാത്തവരുവാ. വചനത്തിന്റെ ABCD അറിയാൻ പാടില്ല, എന്നാലും ഈ മെപ്പിബോശത്തിന്റെ കഥയും പറഞ്ഞ്, ശമരിയാക്കാരന്റെ കഥയും പറഞ്ഞ് ദൈവജനത്തിന് സമയം കൊല്ലുന്ന വൃഥാ വാചാലന്മാര് പോരാ. ദൈവജനത്തെ ആത്മീയമായിട്ട് അവരെ സാച്ചുറേറ്റ് ചെയ്യണം, അവരെ സമ്പന്നരാക്കണം. നമ്മുടെ എല്ലാ സഭകളിലും ഈ സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് ജനത്തെ കൊണ്ടുവരണം. മതി വരുവോളം അവർക്ക് കൊടുക്കണം. വെള്ളം കൊടുത്താൽ മാത്രം പോരാ. യഹോവന്റെ ഇടയനാവുന്ന എനിക്ക് മുട്ടുണ്ടാകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെന്നെ കിടത്തുന്നു. ഇയാടെപ്പോഴാണ് കിടക്കുന്നത്? നമ്മൾ പൊതുവെ തിന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ വേണം ചിന്തിച്ചോ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വേറൊന്നാണ്. ഇസ്രായേൽ ദേശത്തെ ആടുകളെ, 100 കണക്കിന് ആടുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിൽ ചിലപ്പോൾ ഒരാട്, മിക്കവാറും എല്ലാ കൂട്ടത്തിലും ഒരെണ്ണം അല്പം വഴിതെറ്റി കൂട്ടത്തിൽ നിന്ന് മാറി കൂട്ടം വിട്ടൊക്കെ നടക്കും. എത്ര പിടിച്ചുകൊണ്ട് വന്നാലും ഈ ആട്, കാരണം കയറിട്ട് പിടിക്കാനൊക്കെ 100 കണക്കിന് പറ്റമായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരാടെ എത്ര പിടിച്ചിട്ടും നിൽക്കുകയില്ലാവുന്ന ഇടയന്മാർ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇടയൻ ആടിനെ പിടിച്ചിട്ട് അതിനെ കൈ തല്ലി ഓടിക്കും. ഇസ്രായേൽ ദേശത്തെ കാര്യമാണ്, നമ്മുടെ ഇവിടെ ചെയ്യല. കൈ തല്ലി ഓടിക്കും. എന്നിട്ട് അദ്ദേഹം നല്ല പച്ചമരുന്നൊക്കെ വെച്ച് കെട്ടി തുണിയൊക്കെ ചുറ്റി പ്ലാസ്റ്റർ ചെയ്യും. പിന്നെ ഇടയൻ ചെയ്യുന്നത് ആടിനെ തോളിലേറ്റും. ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ആടിനെ തോളിലേറ്റും. ഇതെ തോളിൽ വഹിക്കുമെന്ന് ലൂക്കോസ് 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആട് നടക്കാൻ മേലാഞ്ഞിട്ടല്ലേ തോളിലേറ്റുന്നത്, അല്ലേ? നടക്കാൻ മേല, കാരണം കൈ തല്ലി പിടിച്ചിരിക്കുക. ഇതിനെ തോളിലേറ്റി മറ്റേ സ്ഥലത്തേക്ക് 2 മൈൽ അകലെയാണ് അവിടെ കൊണ്ടുപോയി മറ്റേ ആടുകളുടെ കൂടെ ആക്കി ഇടയന്റെ അടുക്കൽ നിർത്തി ഇതിനെ പച്ചയായ പുൽപ്പുറത്ത് കൊണ്ട് കിടത്തിയിട്ട് അതിന് തീറ്റയൊക്കെ കൊടുക്കും, വെള്ളം കൊടുക്കും. കുറെ നാൾ കഴിയുമ്പോൾ ഇതിന്റെ കൈ ശരിയായി കഴിയുമ്പോൾ ആ പ്ലാസ്റ്റർ എല്ലാം അഴിച്ചു കളയും. അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ആട് ഒരിക്കലും കൂട്ടം വിട്ടു പോകുകയില്ല. മനസ്സിലായോ? ഇതാണ് ഈ തോളിലേറ്റുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. പച്ചയായ പുൽപ്പുറങ്ങളിൽ മറ്റാടുകൾ മേയുമ്പോൾ ഈ കൈ തല്ലി ഓടിച്ച ആട് അവിടെ കിടന്നോളും, ഇടയന്റെ കൂടെ കിടക്കും. നമ്മുടെയൊക്കെ കൈ എത്ര പ്രാവശ്യം തല്ലി ഓടിച്ചിട്ടുണ്ടല്ലേ? ശരിയാണോ? ഇല്ലേ? എത്ര ആള് കിടന്ന് തല്ലി ഓടിച്ചിട്ട്? ഞാനും കിടന്ന ഈ അടുത്ത കാലത്തിൽ 3.5 മാസം കിടന്നു തല്ലി ഓടിച്ചതാ, കുറെ കൂടെ ശരിയാകാൻ വേണ്ടിയാ. തല്ലി ഓടിച്ചിട്ട് അവനിങ്ങനെ കൂടെ ഉണ്ടായിരിക്കും, നമ്മളെ ആശ്വസിപ്പിക്കും. മോനെ, ഞാനാ തല്ലി ഓടിച്ചത് കേട്ടോ, നീ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാ. തല്ലി ഓടിച്ചിട്ട് ആ കിടക്കുന്ന കിടപ്പിൽ ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഏറെ ഗുണമായി. ഈ പച്ചപ്പുൽപ്പുറത്ത് കിടന്ന് നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ എനിക്കിടയായി. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം അനുവദിച്ചു തരുന്ന കഷ്ടതകള്,
രോഗങ്ങള്, സാമ്പത്തിക ഞെരുക്കങ്ങള്, തോൽവികള്, പരാജയങ്ങൾ, ആകുലങ്ങൾ, ഇതെല്ലാം കൈ തല്ലി ഓടിച്ച് നമ്മെ സ്നേഹിക്കുന്ന നല്ല ഇടയൻ തോളിൽ വഹിച്ച് നമ്മളെ പുൽപ്പുറത്ത് കിടത്തുകയാണെന്ന് നമ്മൾ ഓർക്കണം. ഇത് മൂപ്പന്മാരുടെ ജോലിയാ. മൂപ്പന്മാർ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നിങ്ങളിൽ ഒരുവൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ, ഗലാത്യർ 6:1, വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തണം. ആ യഥാസ്ഥാനം എന്നുള്ളതിന്റെ ശരിയായ അർത്ഥം ഡിസ്ലൊക്കേഷൻ സംഭവിച്ചാൽ ശരിക്കും ലൊക്കേറ്റ് ചെയ്യാണ്. ഒരു മെഡിക്കൽ വേർഡാ, വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്ക്. എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചൻ വീണിട്ട് കൈ തെറ്റിപ്പോയാൽ, കൈയുടെ കുഴ തെന്നാറുണ്ടല്ലോ. ഈ കുരുത്തങ്കെട്ട പിള്ളേരൊക്കെ ഓടി നടന്ന് എന്റെ ഒത്തിരി തിന്നിയതാ. കുരുത്തക്കേടുകാരനായിരുന്നു. ഈ കുഴ തെന്നിപ്പോയാൽ എന്ത് ചെയ്യണം? ആ പയ്യൻ അവിടെ വീട് കിടക്കുക, കുഴ തെന്നി വിങ്ങസും കിടക്കുക. വഴിയെ വരും തുമ്പാപ്പണി എന്നിരിക്കും, എടാ ഇങ്ങോട്ടാണ് ഞാൻ കുഴ പിടിച്ചിട്ടാന്ന് പറഞ്ഞ് പിടിച്ചിട്ടാൽ കൈയും കാണുകയില്ല, കുഴയും കാണുകയില്ല. ഇതാര് ചെയ്യണം? ഇതറിയാവുന്ന ഒരു വൈദ്യനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ അത് ശരിക്കും പിടിച്ച് ഇടണം. ആത്മീകരായ നിങ്ങൾ തെറ്റിപ്പോകുന്ന ആളുകളെ ശരിക്കും ലൊക്കേറ്റ് ചെയ്യണം. വേണ്ടി വന്നാലും തല്ലി ഓടിക്കണം, പ്ലാസ്റ്റർ കെട്ടണം, ഉപദേശിക്കണം, ഗുണദോഷിക്കണം, സ്നേഹത്തിന്റെ ആത്മാവ് കൂടെ നിർത്തണം, മേച്ചലപ്പുറത്ത് എത്തിക്കണം, തീറ്റി കൊടുക്കണം, വചനം പറഞ്ഞു കൊടുക്കണം. ഇത് മൂപ്പന്മാരുടെ ജോലിയാ. മനസ്സിലായോ? വെള്ളം കൊടുക്കണം. 2, യഥാസ്ഥാനപ്പെടുത്തണം. ഇനി നോക്കി അടുത്ത വാക്യങ്ങള്. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. എപ്പോഴായി തണുപ്പ് വേണ്ടി വരുന്നത്? എപ്പോഴാണ് തണുപ്പ് വേണ്ടത്? അല്ല, വെളിയിൽ നിന്ന് ഉച്ചനേരത്തൊക്കെ ഇങ്ങോട്ടൊന്ന് കയറി വരുമ്പോൾ എന്തൊരു തണുപ്പാ. ചൂട് കൂടുമ്പോൾ തണുക്കണം. നമ്മുടെ ശരീരത്തിന് ചൂട് തണുപ്പിക്കാൻ AC മതി, അല്ലെ വെള്ളം മതി. പ്രാണന്റെ ചൂട് മാറ്റാനോ? നമ്മുടെ മനസ്സ് പലപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടിരിക്കും, വേദനിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് പ്രശ്നങ്ങളെ നേരിടുന്നവരാണ് വിശ്വാസികൾ, പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാർ. ഒരുപാട് പ്രശ്നങ്ങൾ, ആകുലങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ. അവർക്ക് ആരോടാ ഇതൊക്കെ പറയുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പണ്ടത്തെ പോലെയല്ല, മത്സര യുഗത്തിലാണ് നമ്മുടെ യുവതലമുറയും കുഞ്ഞുങ്ങളും ജീവിക്കുന്നത്. ഇന്ന് ടെൻഷൻ ഏറ്റവും അധികം അനുഭവിക്കുന്നത് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരാ. ശരിയാണോ? ഏറ്റവും കൂടുതൽ ടെൻഷൻ അവരൊക്കെ അനുഭവിക്കുന്നത്. കോളേജിൽ പഠിക്കുന്നവർക്ക് അത്രയും ടെൻഷൻ ഇല്ല. കാരണം എന്താ അറിയോ? സ്കൂളിൽ ചെന്ന് കഴിയുമ്പം അവിടെ പീഡനം, ടീച്ചറിന്റെ വക. വീട്ടിൽ വന്നു കഴിയുമ്പം അമ്മയുടെ പീഡനം. മാർക്ക് ഒന്ന് കുറഞ്ഞു പോയാൽ എത്ര കിട്ടിയടാ അവിടെ? മറ്റേ കൊച്ചിന് എത്ര കിട്ടി? കൊച്ചൻ നേര് പറയും ഫുൾ മാർക്ക്. നിനക്ക് എത്ര കിട്ടി? 1 മാർക്ക് കുറഞ്ഞു. അടിയാ. ഈ പിള്ളേർ മാർക്ക് കുറഞ്ഞു തല്ലരുത് കേട്ടോ. പിള്ളേർ മാർക്ക് കുറഞ്ഞാൽ അവരെന്തിനാ തല്ലുന്നത്? പഠിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഞങ്ങൾക്ക് 4 മക്കളുണ്ട്, ഒരാളെ പോലും മാർക്ക് കുറഞ്ഞ് ഞാൻ തല്ലിയിട്ടില്ല. മാർക്ക് കുറഞ്ഞു വന്നാൽ ഞാൻ പറയും എത്ര കിട്ടി? 50-ൽ 40 കിട്ടിയല്ലേ? കുറച്ചുകൂടെ ഉത്സാഹിച്ചാൽ അടുത്ത പ്രാവശ്യം 45-ഉം അതിൻ്റെ അടുത്ത പ്രാവശ്യം 50-ഉം കിട്ടും. അതേ സമയത്ത് 40 കിട്ടിയുള്ളൂ, നീ അങ്ങോട്ട് പോയി ചെന്ന് അവന്റെ അത് കടിച്ചു ഇത് കടിച്ചു. പിള്ളേർക്ക് നമ്മുടെ അഭിനന്ദനാണ് വേണ്ടത്. ശരിയാണോ? ആണോ മക്കളെ? നമുക്ക് അല്ലേ? എപ്പോഴും ഇങ്ങനെ പീഡനമാ. പിള്ളേരെ കുറ്റപ്പെടുത്തുക. പിള്ളേരെ ഒന്ന് അഭിനന്ദിച്ച് നോക്കിയേ. 40 കിട്ടിയാൽ മതിയെന്നേ. നമ്മുടെ പിള്ളേരിൽ അത്രയ്ക്ക് കഴിവുള്ളൂ. ഉത്സാഹിപ്പിച്ച് ഒരു 5 കൂടെ പിന്നെയും കിട്ടും. പ്രാണനെ തണുപ്പിക്കണം, കുടുംബത്തിൽ തണുപ്പിക്കണം. സഭയിലോ ടെൻഷനുമായിട്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പം അവനെ പുറത്താക്കാൻ നോക്കാതെ അവന്റെ മനസ്സിന് തണുപ്പ് കൊടുക്കാൻ ഇടയനല്ലാതെ പിന്നെ വേറെ ആർക്കാ കഴിയുന്നത്? എൻ്റെ ഇടയൻ എൻ്റെ സഭയിലുള്ളത് കൊണ്ട് എൻ്റെ പ്രാണന് തണുപ്പുണ്ടെന്ന് പറയാൻ സഭാവിശ്വാസികൾക്ക് കഴിയണം. ഇത് മൂപ്പന്മാരുടെ ജോലിയാണ്. ഇനി എല്ലാം പറയാൻ നേരെ ഇടയ്ക്കിടയ്ക്ക് പറയാം. തിരുനാമ നിമിത്തം നീതിപാതകൾ നടത്തുന്നു. പത്രോസ് പറഞ്ഞിട്ടുണ്ട്, ആട്ടിൻ കൂട്ടത്തിന് മാതൃകളായി നടത്തണം. പിന്നെ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധികളുടെ കൂരിരുൾ ശരിക്കും അത് മരണനിഴലിലെന്നാണ്. ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്, മരണ ഇരുളിൽ പള്ളത്താക്കിൽ നടന്നാലും ഞാൻ ഭയപ്പെടമാട്ടേനും തമിഴിലുണ്ട്. മരണനിഴലിന്റെ താഴ്വര എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ
ഏറ്റവും വലിയ അന്ധകാരത്തിന് കൂലികളായാലും മരണത്തിന്റെ സമയത്തായാലും ഒരിടയൻ കൂടെ ഉണ്ടെങ്കിൽ ആ വിശ്വാസിക്ക് എന്തൊരു ധൈര്യമായിരിക്കും. കൂടെ ഉണ്ടാകുന്ന ഇടയൻ, ഏറ്റവും വലിയ കാഠിന്യത്തിലും കഷ്ടതയിലും ഇടയന്മാര് കൂടെ ഉണ്ടായിരിക്കണം. നിന്റെ വടിയും കൂലും എന്നെ ആശ്വസിപ്പിക്കുന്നു, എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ശത്രുക്കൾ കാണുക, ശത്രുവിന് ഏറ്റവും വലിയ പ്രവർത്തനം എന്താ? ആട്ടിൻകൂട്ടത്തിനിടയിൽ ഒരു ചെന്നായി വരികയാണെങ്കിൽ ചെന്നായി അതിവേഗത്തിൽ ഓടി വന്നിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം ഈ ആടുകളെ ചിതറിക്കുക എന്നുള്ളതാണ്. ശത്രുവിന്റെ ഏറ്റവും വലിയ തന്ത്രം വിശ്വാസികളെ ചിതറിക്കുക എന്നുള്ളതാണ്, ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്, ഐക്യത ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇടയന്മാര് ഇതിനകത്ത് ഒരു ഗ്രൂപ്പിന്റെ ആളായി ചേരാതെ ഇടയന്മാര് ആടുകളെ ഒരുമിപ്പിക്കുന്നവരാകണം. ശത്രുവിന്റെ തന്ത്രങ്ങൾ അറിഞ്ഞ് അവനെ അകറ്റി നിർത്തണം. ഇത് ഇടയന്മാരുടെ ജോലിയാണ്. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്താ ഈ അഭിഷേകം എന്ന് പറഞ്ഞാൽ? തലയെ എണ്ണ കൊണ്ട് അഭിഷേകം. ഇസ്രായേൽ ദേശത്തെ ഈ ആടുകളുടെ തലയിൽ ചില പ്രത്യേക സമയങ്ങളിൽ ഒരിനം ചെറിയ ഈച്ചകൾ വന്ന് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ അപ്പനൊരു കന്നുകാലി വളർത്തുകാരനായിരുന്നു. ഞങ്ങളൊക്കെ അങ്ങനെയാണ് വളർന്നത്. അപ്പൊ ഈ ചില സമയത്ത് പ്രത്യേക ഈച്ചകൾ വന്ന് അതിന് തലയിൽ ഇങ്ങനെ വന്ന് 100 കണക്കിന് ഈച്ചകൾ വന്ന് ചെവിയിലും മൂക്കിലും എല്ലാം വന്നിരിക്കും. അപ്പൊ എൻ്റെ പിതാവ് ഇത് കൊടുത്തത് വേപ്പെണ്ണ വാങ്ങിയത് തലയിൽ എണ്ണം തേക്കും, അല്ലേ? ഈ എണ്ണ തേച്ച് കഴിയുമ്പോൾ ഈച്ച വരികയില്ല. തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാ. നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. മൂക്കിലും ചെവിയിലും വായിലുമൊക്കെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മൂപ്പന്മാരുടെ ജോലി എന്തായിരിക്കണം? ആ ഇറിറ്റേഷനൊക്കെ മാറ്റി അവരെ സമാധാനിപ്പിക്കണം. അത് മൂപ്പന്റെ ജോലിയാണ്. ഇനി ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഒരിടയൻ ആടിനെ ദീർഘകാലം ആലയത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ സഭയാകുന്ന ആലയത്തിൽ വിശ്വാസികളെല്ലാവരും ഉണ്ടെന്നുള്ള ഉറപ്പ് മൂപ്പന്മാരുണ്ടാക്കണം. ഒരാളെ സഭയിൽ കാണാനില്ലെങ്കിൽ അവരെ തേടി ആര് പോകണം? മൂപ്പൻ പോകണം. ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം, ആരെങ്കിലും ഒരാൾ വരാതിരിക്കുന്നുണ്ടോ? ഞായറാഴ്ച തന്നെ ഇപ്പൊ ഫോൺ സൗകര്യമൊക്കെ ഉണ്ടല്ലോ, അന്വേഷിക്കണം എന്താ പറ്റിയത്. രോഗികളാണെങ്കിൽ കാണാൻ പോകണം, അന്വേഷിക്കണം, അവർക്കൂടെ പ്രാർത്ഥിക്കണം, അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കണം. ഇനി ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ അവരെ പോയി ധൈര്യപ്പെടുത്തണം. പിന്മാറിപ്പോയെങ്കിൽ അവരെ പിന്മാറ്റത്തിൽ മടക്കി കൊണ്ടുവരണം. അവരെ ആലയത്തിൽ കാണണം. ഇത് ഇടയന്റെ ജോലിയാണ്. എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് ഇടയന്മാർക്കുള്ളതല്ലേ? ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കണം, തീറ്റി പുലർത്തണം, വെള്ളം കൊടുക്കണം, അവരുടെ ഇറിറ്റേഷൻ മാറ്റി കൊടുക്കണം, ആലയത്തിൽ അവരുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തണം. കാരണം മൂപ്പന്മാർ ആത്മാക്കളുടെ കണക്ക് കൊടുക്കേണ്ടവരാണ്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി കുറച്ചു നേരം കൂടി ഉണ്ടല്ലോ. ഈ മൂപ്പന്മാരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? അപ്പോയിന്റ്മെന്റ് ഓഫ് എൽഡേഴ്സ്, മൂപ്പന്മാരുടെ ഉത്തരവാദിത്വം നമ്മൾ കണ്ടു. ഈ മൂപ്പന്മാരെ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിയമിക്കേണ്ടത്? ക്രൈസ്തവ ലോകത്തിൽ മൂപ്പന്മാരെ നിയമിക്കുന്ന പല രീതികളിലാണ്. മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം ഒരു അപേക്ഷ കൊടുക്കുന്നു, ബൈബിൾ കോളേജ് സെമിനാരി പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നു, ഇവിടെ ഇന്റർവ്യൂ നടത്തുന്നു, അവരെ സെമിനാരികളിലേക്ക് പഠിപ്പിക്കാൻ വിടുന്നു, വേദ ബിരുദം നേടി കഴിയുമ്പോൾ പിന്നെ അവരെ നിയമിക്കുന്നു. ഇതാണ് പൊതുവെ ക്രൈസ്തവ ലോകത്തിൽ കണ്ടുവരുന്നത്. എന്നാൽ ദൈവവചന പ്രകാരം ഈ മൂപ്പന്മാരെ നിയമിക്കേണ്ടത് എങ്ങനെയാണ്? 2 വാക്യങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിൽ 23-ാം വാക്യവും തീത്തോസ് 1-ന്റെ 5-ാം വാക്യം. 2 വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 14-23, തീത്തോസ് 1-5. സഭതോറും മൂപ്പന്മാരെ നിയമിച്ചു. ഇനി തീത്തോസ് 1-5 ഈ 2 വാക്യങ്ങളേ ഉള്ളൂ. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും. പട്ടണം തോറും മൂപ്പന്മാരെ, പൗലോസ് പട്ടണത്തിലായിരുന്നു സുവിശേഷം, ഗ്രാമസുവിശേഷത്തിൽ പൗലോസ് ഏർപ്പെട്ടില്ല. അതുകൊണ്ടാണ് പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വയ്ക്കണം. അപ്പൊ 14-23 അപ്പോസ്തല പ്രവൃത്തികളിൽ മൂപ്പന്മാരെ നിയമിച്ചു. തീത്തോസ് 1-5 മൂപ്പന്മാരെ ആക്കി വയ്ക്കുക. ഈ 2ഇടത്തും ഒരേ ആശയമാണുള്ളത്. നിയമിക്കുക അല്ലെങ്കിൽ ആക്കി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അവരെ പോയിന്റ് ഔട്ട് ചെയ്യുക എന്നാണ്, അവരെ ചൂണ്ടിക്കാണിക്കുക എന്ന വാക്കിന്റെ അർത്ഥം, അവരെ പരിചയപ്പെടുത്തുക എന്നതിന്റെ അർത്ഥം. മനസ്സിലായോ?
ഒരു സ്ഥലത്ത് ഒരു സഭ, ഒരു പുതിയ സഭയുണ്ടായെന്ന് വിചാരിക്കുക. ഒരു സുവിശേഷകൻ ചെന്ന് അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ പ്രവർത്തനപരമായിട്ട് ഒരു സഭയുണ്ടായി. കുറെ നാളുകൾ കഴിഞ്ഞ് ആ സഭയിലെ വിശ്വാസികളുടെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തി നിരീക്ഷിച്ച് കഴിയുമ്പോൾ ആ സുവിശേഷകന് അല്ലെങ്കിൽ ആ സഭ സ്ഥാപിക്കുന്ന ആളിന് ദൈവം ഒരു ബോധ്യം നൽകും. ചില ആളുകളെ ദൈവം മൂപ്പന്മാരുടെ കൃപാവരം നൽകിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് സംസാരിക്കുക, അവരെ ഈ ഉത്തരവാദിത്വത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുക. അതിനുശേഷം പൊതുസഭയിൽ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക, ചൂണ്ടിക്കാണിക്കുക. ഇതാണ് മൂപ്പന്മാരെ ആക്കി വയ്ക്കുക അല്ലെങ്കിൽ നിയമിക്കുക എന്നതിന്റെ ലളിതമായ അർത്ഥം. ഇനി പഴയ സഭകളാണെന്ന്, നമ്മുടെ ഇപ്പോഴൊക്കെ സഭകളെ പോലെ പഴയ സഭകളാണെന്ന് വിചാരിച്ചു. നിലവിൽ 4-5 മൂപ്പന്മാരുണ്ട്, പ്രായമൊക്കെ ആയി. ഇനി എന്ത് ചെയ്യണം? പ്രായമൊക്കെ ആയി വരുമ്പം ഈ വീടുകളിൽ ഈ മാതാപിതാക്കന്മാരൊക്കെ ഞാൻ പറയാറുണ്ട്, ഏതാണ്ട് ഒരു സീനിയർ സിറ്റിസണൊക്കെ ആയി വരുമ്പോൾ പിടി എന്നൊക്കെ മരണമൊക്കെ സംഭവിക്കുന്നുണ്ട്. മരിക്കുന്നതിന് മുമ്പേ ഈ വസ്തുവകകളെല്ലാം ഒന്ന് വീതം വെച്ച് ഒരു വിൽപ്പത്രമെങ്കിലും എഴുതി വെക്കണം എന്ന് പറയാറുണ്ട്. കാരണം ഇതൊക്കെ കഴിഞ്ഞാൽ, അവരുടെ കാലം കഴിഞ്ഞാൽ പിന്നെ എല്ലാം പ്രശ്നങ്ങളായിരിക്കും. അതുപോലെ തന്നെ സ്ഥലസഭയിലെ മൂപ്പന്മാർക്ക് പ്രായമൊക്കെ ആയി വരുമ്പോൾ, ആരോഗ്യം കുറഞ്ഞു വരുമ്പോൾ അവരെന്ത് ചെയ്യണം? ഒരു 2ാം തലമുറയെ ഒരുക്കി വയ്ക്കണം. മോശ ഇസ്രായേൽ ജനത്തെ 40 വർഷം നയിച്ചു. 40 വർഷം കൊണ്ട് മോശ ചെയ്ത അടുത്ത കാര്യം ഈ 40 വർഷവും ഒരാളെ പരിശീലിപ്പിച്ചു. യോശുവ അവനെ കൂടെ നിർത്തി പരിശീലിപ്പിച്ചു. മൂപ്പന്മാരുടെ പ്രധാനമായ ജോലി സഭയിൽ ഇടയശുശ്രൂഷ ചെയ്യണം, അധ്യക്ഷത ചെയ്യണം. അതുപോലെ തന്നെ ദൈവം കൃപാവരം നൽകി എഴുന്നേൽപ്പിച്ച ഇളയ സഹോദരന്മാരെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്ന് ആദ്യമേ അവരെ ശുശ്രൂഷകന്മാരാക്കി, ഡീക്കന്മാരാക്കുക. അതിനുശേഷം അവരെ കാലക്രമേണ അവരിൽ ഓരോരുത്തരെയായി മൂപ്പന്മാരായിട്ട് സ്ഥലം സഭയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇതില്ലാത്തത് കൊണ്ട് ഹിസ്കിയ രാജാവിനോട് ദൈവം പറഞ്ഞു, ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കോ, നിന്റെ ശേഷം മരിക്കാൻ പോവുക. അപ്പൊ ഹിസ്കിയാവ് പറഞ്ഞതെന്താ? വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് പറഞ്ഞു, എൻ്റെ കാലത്ത് അങ്ങനെയൊന്നും സംഭവിക്കുക, സ്തോത്രം, എനിക്ക് ശേഷം പ്രളയം വന്നാലും എനിക്ക് വിരോധമില്ല, ഇതുണ്ടാകാൻ പാടില്ല. അടുത്ത ഒരു തലമുറയെ വാർത്തെടുക്കണം, പരിശീലിപ്പിക്കണം. അത് മൂപ്പന്മാരുടെ പ്രധാനപ്പെട്ട ജോലിയാണ്. മൂപ്പന്മാർക്ക് ഒരിക്കലും റിട്ടയർമെന്റ് ഇല്ല. ഉണ്ടോ? നമ്മുടെ ചില സഭകളിൽ മൂപ്പന്മാർ റിട്ടയർ ആകുക ഏത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? പഴയ നിയമകാലത്തെ പുരോഹിതന്മാര് അവർ 25-ാമത്തെ വയസ്സിൽ പുരോഹിതന്മാരാകുന്നു. 5 വർഷം പരിശീലനം, പ്രൊബേഷണറി പീരീഡാ. പ്രായമുള്ള പുരോഹിതന്മാരുടെ കൂടെ പഠിക്കുക. 50 വയസ്സാകുമ്പോൾ അവിടെ ആക്റ്റീവ് റോളിൽ നിന്ന് അവർ മാറുക. കാരണം കഠിനമായ ജോലിയാണ്. 50 വയസ്സായി കഴിയുമ്പോൾ അവർക്ക് റിട്ടയർമെന്റ് ഇല്ല. അവർ ഇളയ പുരോഹിതന്മാരെ കൊണ്ട് ജോലികൾ ചെയ്യിക്കുകയും അവരുടെ ജോലികൾ നിരീക്ഷിച്ച് പോരായ്മകൾ വല്ലതും ഉണ്ടെങ്കിൽ അവരെ തെറ്റ് തിരുത്തി അവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന പിന്നിലെ ശുശ്രൂഷകളാണ് പുരോഹിതന്മാർ ചെയ്തു വന്നിരുന്നത്. ഇതുപോലെ തന്നെ മൂപ്പന്മാരെയും ചെയ്യണം. കൃപാവരമുണ്ടെന്ന് ബോധ്യമുള്ള ആളുകളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ പരിശീലിപ്പിച്ച് അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് മൂപ്പന്മാരുടെ ശരിയായ ശുശ്രൂഷ പൂർത്തിയാകുന്നത്. അടുത്തത്, ഈ മൂപ്പന്മാരെ എങ്ങനെ തിരിച്ചറിയാം? 3 നിലകളിൽ. ഒന്ന്, മൂപ്പന്മാർക്ക് തന്നെ ലഭിക്കുന്ന ഉൾവിളി, അവരുടെ ഉള്ളിൽ ദൈവാത്മാവ് നൽകുന്ന ബോധ്യം. 2, അവരുടെ യോഗ്യതകൾ. 3-ാമത്തേത് അവരുടെ ഭാരം. ഇതിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു വേദഭാഗം വായിക്കാം. 1 കൊരിന്ത്യർ 16-ാം അധ്യായം 15, 16 ആ ഒരു ഖണ്ഡിക അങ്ങ് വായിക്കാം.
നിങ്ങളുടെ ഭാഗത്ത് പോകുന്ന ഒരു വിധത്തിൽ ഇവിടെ കൊരിന്ത്യ സഭയിലെ മൂപ്പന്മാരുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ 3 പേരുടെ പേര് പറഞ്ഞിരിക്കുകയാണ്: സ്തെഫനാസ്, ഫൊർത്തുനാത്തോസ്, അഖായിക്കോസ്. ഇങ്ങനെയുള്ളവരെ മാനിച്ചുകൊള്ളുവിൻ എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് സ്തെഫനാസ് അഖായയിലെ ആദ്യ ഫലമെന്നും വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് അവർ തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അപ്പൊ ഈ സ്തെഫനാസ് എന്ന് പറഞ്ഞാൽ ആദ്യം മുമ്പോട്ട് വന്നയാളാ. അയാള് വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചവരാ. സ്തെഫനാസ്, ഫൊർത്തുനാത്തോസ്, അഖായിക്കോസ് 3 പേരുടെ കാര്യം. വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു. ആ ഏൽപ്പിച്ചു എന്നുള്ളതിന് മിക്കവാറും ഇംഗ്ലീഷ് തരുമ്പോഴൊക്കെ ദേ ആർ അഡിക്റ്റഡ് ടു ദ സർവീസ് ഓഫ് ദ സെയിൻസ് എന്നാണ്. അഡിക്റ്റഡ് എന്നാണ്. അപ്പൊ ഈ സഭാമൂപ്പന്മാർ അഡിക്റ്റ് ആയിരിക്കണം. നമ്മൾ ആളുകളെ ഈ അഡിക്റ്റ് എന്ന് പറഞ്ഞപ്പോഴാ ചിലരെ കാണുമ്പോൾ പറയും, സൂക്ഷിച്ചോണം കേട്ടോ, അവൻ അഡിക്റ്റാ. അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകാരെ പറഞ്ഞതനുസരിച്ച് ഒരു സ്വല്പം കുടിച്ചു, ഇല്ലെങ്കിൽ വലിച്ചു, ഇല്ലെങ്കിൽ മണത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ രസം പോലെ തോന്നി. കുറച്ചുകൂടി ഉണ്ടെ കൊള്ളാം, അല്പം കൂടെ കൂടി, കുറച്ചുകൂടെ കൂട്ടണം തോന്നി. കൂടി വന്ന് ഇതില്ലാതെ മേല രാവിലെ എഴുന്നേൽപ്പം വിറയ്ക്കാൻ തുടങ്ങും. അങ്ങനെ വിറച്ച് കഴിയുമ്പോൾ അവന് അല്പം കഞ്ചാവ് കൊടുത്തു കഴിയുമ്പോൾ അവൻ്റെ വിറയിൽ അവിടെ നിൽക്കും. അവനെ വിളിക്കുന്ന പേര് അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതില്ലാതെ വയ്യ. മൂപ്പന്മാരെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധന്മാരുടെ ശുശ്രൂഷ ചെയ്തില്ലെങ്കിൽ അവർക്ക് വിറയലുണ്ടാകണം. ഇത് വായിക്കുമ്പോൾ എനിക്ക് ഭയമാണ്. കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം എഴുന്നേൽപ്പിക്കുന്ന മൂപ്പന്മാരാകട്ടെ, സുവിശേഷകന്മാരാകട്ടെ, ഉപദേഷ്ടാക്കന്മാരാകട്ടെ, അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയിൽ അഡിക്റ്റ് ആയിരിക്കണം. ഞായറാഴ്ച വന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ പോരാ. ഞാൻ പറഞ്ഞതിൽ ക്ഷമിക്കണം. ഞാനൊരു വേദ ഉപദേഷ്ടാവാണ്. എനിക്ക് നേരെ കിട്ടുമ്പോൾ ഞാൻ പഠിപ്പിക്കാൻ പോയാൽ പോരാ. ഞാൻ അഡിക്റ്റ് ആയിരിക്കണം. നന്നായി പഠിക്കണം, ആളുകളെ പഠിപ്പിക്കണം, സുവിശേഷം പറയണം, സഭയുടെ പരിപാലനം ഇതിൽ ഏർപ്പെടണം. ഇത് ശുശ്രൂഷകന്മാർക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. അവർ അഡിക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ സഭയിലെ വിശ്വാസിയായിരിക്കുന്ന സമയത്ത് ഈ ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം ഉണ്ടാകുന്നു. ആരും പറഞ്ഞില്ല അവരെ പോയി അന്വേഷിക്കാൻ. പക്ഷേ എൻ്റെ സഭയിലുള്ള ഇന്ന കുടുംബം ആരാധനയ്ക്ക് വന്നില്ലല്ലോ, അവരെ കാണാൻ ആരും പറഞ്ഞില്ലെങ്കിൽ അങ്ങോട്ട് പോവുക, അവരെ ഒന്ന് ഫോൺ ചെയ്ത് അവരെ വിളിക്കുക, ആളുകളെ സംഘടിപ്പിച്ച് വേലയ്ക്കായിട്ടൊക്കെ പോവുക, വ്യക്തിപരമായിട്ട് ആളുകളെ ധൈര്യപ്പെടുത്തുക, ആരെങ്കിലും തെറ്റിലാകപ്പെടുന്ന കണ്ടാൽ വളരെ പ്രാർത്ഥനയോടെ അവരെ സമീപിച്ച് അവരെ തിരുത്തുക, അവരെ ഉപദേശിക്കുക, തലയിൽ എണ്ണ തേക്കുക. ചുരുക്കി പറഞ്ഞാൽ വിശ്വാസികളുടെ ക്ഷേമം നോക്കുകയും അവരെ അന്വേഷിക്കുകയും ചെയ്യാനുള്ള ഒരു ഭാരം ദൈവഹൃദയത്തിൽ തരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കർത്താവ് എന്നെ ഈ സഭയുടെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ആ ഭാരം അങ്ങോട്ട് കൂടി വന്ന് കൂടുതൽ സമയവും ഈ കർത്താവിന്റെ കാര്യവും സഭയുടെ കാര്യവും നോക്കുമ്പോൾ സഭയിലെ വിശ്വാസികൾക്ക് എന്ത് മനസ്സിലാവും? ഇയാൾ അഡിക്റ്റാ. സഭയെക്കുറിച്ചുള്ള ഭാരം ഇയാൾക്കുണ്ട്. കർത്താവ് ഇയാൾക്ക് കൃപാവരം നൽകിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ മറ്റ് മൂപ്പന്മാരെ അവരെ മനസ്സിലാക്കി അവരെ സഭയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അഡിക്റ്റ് ആയിരിക്കണം. ഞായറാഴ്ച വന്ന് പ്രസംഗിക്കുന്നതല്ല കർത്താവിൻ്റെ വേല. മൂപ്പന്മാരുടെ ജോലി അതല്ല, ഉപദേഷ്ടാക്കന്മാരുടെ ജോലി അതല്ല. അവരെപ്പോഴും അഡിക്റ്റ് ആയിരിക്കണം, കർത്താവിൻ്റെ കാര്യം നോക്കുന്നവരായിരിക്കണം. ഇതാണ് മൂപ്പന്മാരുടെ ശുശ്രൂഷയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ കാര്യം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആരെയും വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. കർത്താവിൻ്റെ സഭ, കർത്താവ് രക്തത്താൽ സമ്പാദിച്ചത്, കർത്താവ് വന്നതും എല്ലാം സഭയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ആ സഭയുടെ ഉത്തരവാദിത്വം ആ വലിയ ഇടയൻ, നല്ല ഇടയൻ, ചെറിയ ഇടയന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുക. അവരിടയ ശുശ്രൂഷ ചെയ്യണം, സഭകളെ പാലിക്കണം, സഭകളെ വളർത്തണം. ഇതില്ലാതെ വന്നാൽ ദുഷ്ടമൃഗങ്ങൾ സഭയ്ക്കകത്ത് കടന്നുകൂടും. സഭ വളരുകയില്ല, സഭ തളരും, ക്ഷീണിക്കും. ദൈവത്തിൻ്റെ കാര്യപരിപാടി എത്ര വ്യക്തമാണ്. ഈ രീതിയിൽ നമ്മുടെ സഭകളൊക്കെ മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെയുള്ള സഭകളെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ല മാതൃകയുള്ള നല്ല നിലയിൽ സഭകൾ പ്രവർത്തിക്കാൻ ഇടയാകട്ടെ. അങ്ങനെയുള്ള മൂപ്പന്മാരെ മാനിക്കാൻ, ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ, കീഴ്പ്പെട്ടിരിക്കാൻ വിശ്വാസികൾക്ക് കഴിയട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ 2 ദിവസങ്ങളിൽ ഇങ്ങനെ വന്ന് ശുശ്രൂഷകൾ ചെയ്യുവാൻ
അവസരമുണ്ടായതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. വളരെ ഉത്സാഹത്തോടെ കടന്നു വന്ന് പഠിക്കുകയും കേൾക്കുകയും നോട്ടുകൾ എഴുതുകയുമൊക്കെ ചെയ്തതിൽ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.